ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ മലങ്കര സഭയുടെ മക്കളുടെ ഹൃദയങ്ങളിൽ വലിയ ഒരു സ്ഥാനം, ഹൃദയത്തിൽ ഒരു ഇടം നേടിയെടുത്ത വിശുദ്ധന്മാരുടെ നിരയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ എന്ന് പറയുന്നത്. പരിശുദ്ധൻ്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ പലപ്പോഴും പെരുന്നാളുകൾ നാം ആഘോഷപൂർവം കൊണ്ടാടുമ്പോൾ ഓരോ പെരുന്നാളുകളും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. നാം ആരുടെ പെരുന്നാളാണോ കൊണ്ടാടുന്നത്, ആ വിശുദ്ധൻ്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് ആ വിശുദ്ധൻ ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്ന ആ ജീവിതത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ, സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ഓരോ പെരുന്നാളുകളും പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ആരാണ് സഹദ എന്ന് പറയുന്നത്? ആരാണ് സഹദ എന്ന് പറയുന്നത്? ക്രിസ്തു തന്നെ അതിന് ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ ത്യജിച്ചുകൊണ്ട് കുരിശെടുക്കട്ടെ എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആരാണ് സഹദയന്മാർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരാണ് സഹദ എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ തങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട്, സ്വന്തം ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി ത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ കുരിശെടുത്ത് അനുഗമിച്ചവരെയാണ് സഹദാമാരെന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്കും സഹദാമാരായി തീരുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ, ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സഹദാമാരായി തീരുവാൻ തക്കവണ്ണം നമുക്കും സാധിക്കും. എങ്ങനെയാണ്? ജീവിതത്തിൽ നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ പിൻപറ്റുവാൻ സാധിച്ചാൽ നമുക്കും സഹദാമാരായി തീരുവാനായിട്ട് സാധിക്കും. പരിശുദ്ധനായ ഗീവർഗീസ് സഹദയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ നാളിൽ അദ്ദേഹത്തിൻ്റെ നാമം എന്ന് പറയുന്നത് വിനഹാസ് എന്ന് പറയുന്ന നാമമായിരുന്നു. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന രാജഭടനായി, രാജാവിൻ്റെ സേനാനായകനായി ജീവിച്ച ഒരു മനുഷ്യൻ. എന്നാൽ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ആത്മധൈര്യത്തോടുകൂടി പ്രത്യാശപൂർവം മരണത്തെ കൈവരിക്കുന്നത് കണ്ടുനിന്ന ആ മനുഷ്യൻ ക്രിസ്ത്യാനിയുടെ പ്രത്യാശയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട്, ക്രിസ്ത്യാനികളുടെ ആത്മധൈര്യത്തിൽ അത്ഭുതം പൂണ്ട മനുഷ്യൻ പിന്നീട് ക്രിസ്തു വിശ്വാസത്തെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ആ മനുഷ്യൻ ഏത് നിമിഷം ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചുവോ പിന്നെ ആ വിശ്വാസത്തിന് തൻ്റെ ജീവിതത്തിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഏത് നിമിഷം താൻ ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചുവോ പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുപോക്ക് ഉണ്ടായിട്ടില്ല. തൻ്റെ ശരീരം ഖണ്ഡമായിട്ട് വെട്ടിമുറിക്കുമ്പോഴും തൻ്റെ വിശ്വാസത്തെ തെള്ളിപ്പറയുവാനായിട്ട് ഗീവർഗീസ് സഹദ തയ്യാറായിരുന്നില്ല. ഇരുമ്പ് ചക്രം തൻ്റെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി താൻ രക്തസാക്ഷിത്വം വരിച്ചപ്പോഴും ആ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ആ പരിശുദ്ധന്റെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വിൽക്കുന്ന ഒരു ചോദ്യമാണ്, പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വിശ്വാസം ഇന്ന് എവിടെ നിൽക്കുന്നു? ക്രിസ്തു വിശ്വാസത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യന്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ തലം എവിടെ നിൽക്കുന്നു എന്ന ഒരു സ്വയപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. ഒരു പാമ്പ് ലോകമെല്ലാം, ദേശമെല്ലാം ഭീതി പടർത്തിയപ്പോൾ നാം കാണുന്നുണ്ട്, സഹദ ദേശം മുഴുവൻ ഭീതിയിൽ ജീവിച്ച ഒരു സാഹചര്യത്തിൽ, ജനങ്ങളെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു അവസരത്തിൽ സഹദ തൻ്റെ വെള്ളക്കുതിരയുടെ മുകൾ ഏന്തി യുദ്ധമുഖങ്ങളിൽ തന്നോടൊപ്പം തൻ്റെ സഞ്ചാര സഹചാരിയായിരുന്ന
ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഏന്തിക്കൊണ്ട് ആ പാമ്പിനെ വധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പുറപ്പാടിനെ നാം കാണുന്നുണ്ട്. ആ പാമ്പ് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ദേവാലയത്തിൽ വെച്ച ഒരു ഫോട്ടോയിൽ വീക്ഷിക്കുമ്പോൾ നമുക്കറിയാം, ആ വെള്ളക്കുതിരയുടെ കാലിൽ പാമ്പ് ചുറ്റിയപ്പോൾ ശൂലവും ഏന്തി നിൽക്കുന്ന ഒരു ഗീവർഗീയ സഹതായാണ് പലപ്പോഴും നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാം ചിന്തിക്കുമ്പോൾ ആ യുദ്ധമുഖങ്ങളിൽ തന്നോടൊപ്പം പടപൊരുതിയ ആ വെള്ളക്കുതിരയുടെ കാലിൽ ആ പാമ്പ് ചുറ്റിയപ്പോൾ ഒരുപക്ഷെ ആ വെള്ളക്കുതിര ഭയപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ആ വെള്ളക്കുതിരയുടെ മുകളിൽ ഏന്തിയ വെള്ളക്കുതിരയുടെ പുറത്തിരുന്ന ആ ഗീവർഗീയ സഹത ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. പ്രിയമുള്ളവരെ, ആ കുതിര ഭയപ്പെട്ടപ്പോഴും അദ്ദേഹം ധൈര്യത്തോടുകൂടി പ്രതിസന്ധികളെ നേരിട്ട ഒരു മനുഷ്യനെയാണ് നമുക്ക് ഇവിടെ വീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ കുലുങ്ങിപ്പോകാത്ത ഒരു വലിയ ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നു. ആ പരിശുദ്ധന്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും പ്രതിസന്ധികളുടെ നടുവിലും പ്രിയമുള്ളവരെ, ധൈര്യപൂർവ്വം പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു മനോധൈര്യം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് ഈ പെരുന്നാൾ മുഖാന്തരം ഇടയായി തീരേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും അത് തന്നെയാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, ജീവിതത്തിൽ സമാധാനത്തോടുകൂടി സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. ഒന്ന് മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, ദൈവവിശ്വാസം ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണമാണ്. പലപ്പോഴും പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു മനോധൈര്യമില്ലാത്തവരായി ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ക്രിസ്ത്യാനികൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധന്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോഴും തീർച്ചയായിട്ടും ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടതും തീർച്ചയായിട്ടും അപേക്ഷാപൂർവം നാം അപേക്ഷിക്കേണ്ടതും ഇതുതന്നെയാണ്. ദൈവമേ, ഏത് പ്രതിസന്ധികളുടെ നടുവിലും ആ പരിശുദ്ധനായ ഗീവർഗീയ സഹതായെ പോലെ മനോധൈര്യത്തോടുകൂടി ആ പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു ബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ പെരുന്നാളിൽ ദൈവസന്നിധിയിൽ നമുക്കും അപേക്ഷിക്കാം. വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതം നാം നോക്കുമ്പോൾ സമൂഹത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ജനത മുഴുവൻ ഭീതിയിൽ ആഴ്ന്ന് ജീവിച്ചപ്പോൾ അത് തൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങളിൽ, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ഗീവർഗീയ സഹതായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദ കമ്മിറ്റ്മെന്റ് ടു സൊസൈറ്റി, അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഒരു തലം നമുക്ക് ആ പരിശുദ്ധന്റെ ജീവിതത്തിലൂടെ വീക്ഷിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനിക്ക് കഴിയാതെ പോകുന്നത് ഇത് തന്നെയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അപരന്റെ വേദനകളെ കാണുവാൻ, മറ്റുള്ളവന്റെ വേദനയിൽ ഇടപെടുവാൻ തക്കവണ്ണം പലപ്പോഴും എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പരിശുദ്ധന്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. പ്രിയമുള്ളവരെ, മറ്റുള്ളവന്റെ വേദനകളിൽ, സമൂഹത്തിന്റെ വേദനകളിൽ, മറ്റുള്ളവൻ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ അത് എൻ്റെ സഹോദരൻ വേദനിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ വേദനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ്റെ വേദനയിൽ ഇടപെടുവാനും അവന് കൈത്താങ്ങൽ നൽകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പരിശുദ്ധന്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു തലം ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പരിശുദ്ധന്റെ പെരുന്നാൾ അപ്പോഴാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ അർത്ഥവത്തായിത്തീരുന്നതും അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അനുഗ്രഹീതമായ സന്ധ്യയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന വിഷയം, പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് ഏവർക്കും വളരെ ഒരുപക്ഷെ നമ്മൾ മനഃപ്പാഠമാക്കിയ ഒരു വാക്യമാണ്. ഇപ്രകാരമാണ് വാക്യം: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയമുള്ളവരെ, എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്? എന്താണ് ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ 2 നില വീടും ഒരു കാറും ലക്ഷക്കണക്കിന് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ നോക്കി പറയും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയാണ്. തീർച്ചയായിട്ടും എത്രമാത്രം സമ്പൽ സമൃദ്ധിയോടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയാണ്. വിദേശത്ത് നമ്മുടെ മക്കൾക്കൊരു ജോലി ലഭിച്ചാൽ നമ്മൾ പറയും ദൈവത്തിൻ്റെ കൃപയാണ്. എങ്കിലും യഥാർത്ഥമായിട്ട് എന്താണ് ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവം തരുന്ന ജീവിത അനുഭവങ്ങളെ സമചിത്തതയോടെ നേരിടുവാനുള്ള മനോബലത്തെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവം നൽകുന്ന ജീവിതത്തിൽ ഏതു സാഹചര്യത്തെയും ധൈര്യപൂർവ്വം അല്ലെങ്കിൽ സമചിത്തതയോടെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു മനോബലത്തെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. കന്യക മറിയാമിനെ മാലാഖ വിശേഷിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, കൃപ നിറഞ്ഞവളെ എന്ന്. കൃപ നിറഞ്ഞവളെ എന്ന്. പ്രിയമുള്ളവരെ, ഈ മാലാഖ ഈ വിശേഷണത്തിന് മറിയം, മാലാഖയുടെ വിശേഷണത്തിന് മറിയം അർഹയായി തീർന്ന ആ നിമിഷം മുതൽ, കൃപ നിറഞ്ഞവളെ എന്ന് വിശേഷിപ്പിച്ച ആ നിമിഷം മുതൽ നമ്മളൊരു പക്ഷേ മറിയമിൻ്റെ ഒരു ജീവിത ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ മാത്രം കടന്നു പോകുവാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ജീവിതത്തിൽ കണ്ണുനീര് മാത്രം സ്വന്തമായിരുന്ന ഒരു സ്ത്രീയാണ്. യഥാർത്ഥമായിട്ട് ഈ കൃപ മറിയമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയൊക്കെ, കൃപ നിറഞ്ഞവളെ എന്ന് മറിയമിനെ വിശേഷിപ്പിക്കപ്പെട്ടപ്പോഴും വേദപുസ്തകം വർണ്ണിക്കുമ്പോഴും ഈ കൃപ മറിയമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസിക നില തെറ്റിപ്പോകാവുന്ന വരെ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ് കന്യക മറിയാം എന്ന് പറയുന്നത്. തൻ്റെ മകൻ സ്വന്തം കൺമുൻപിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണുവാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ. ഈ സ്ത്രീയാണ് കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏത് ദൈവം നൽകുന്ന ഏത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും സമചിത്തതയോടെ നേരിടുവാൻ തക്കവണ്ണം മറിയമ്മിന്റെ ജീവിതത്തിൽ അവൾക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഇത് ദൈവം നൽകിയതാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തിലെ ഏറ്റവും കാഠിന്യമേറിയ അനുഭവങ്ങളെ പോലും സമചിത്തതയോടുകൂടി നേരിടുവാൻ തക്കവണ്ണം അവൾക്ക് സാധിച്ചു. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്നതും ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ. പലപ്പോഴും ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടല്ലേ പലപ്പോഴും നാളെ എന്തായി തീരുമെന്നോർത്ത് പലപ്പോഴും നാം ഭാരപ്പെട്ട് ജീവിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ തക്കവണ്ണം സാധിക്കാതെ, കിടക്കയിൽ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കാൻ പറ്റാതെ പോകുന്ന രാത്രികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് ഈ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ. ഈ പരിശുദ്ധന്റെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രയത്നവും എല്ലാം ഈ ദൈവകൃപയെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങളായി മാറ്റപ്പെടണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും സമചിത്തതയോടെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു മനോധൈര്യം, ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് 2 വ്യക്തിത്വങ്ങളുടെ ജീവിതം മാത്രം നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിക്കൊണ്ട്, ജീവിത അനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തിക്കൊള്ളാം.
വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ 2 ശക്തമായ കഥാപാത്രങ്ങൾ. ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അധർമ്മത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ദൈവകൃപയെ നഷ്ടമാക്കിയ ഒരു വ്യക്തിത്വം. രണ്ടാമത് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനുതാപത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ദൈവകൃപയെ ആർജിച്ചെടുത്ത ഒരു മനുഷ്യന്റെ ജീവിതം. ഒന്നാമതായി അധർമ്മത്തിലൂടെ ദൈവകൃപയെ നഷ്ടമാക്കിയ ഒരു മനുഷ്യൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് മക്കളില്ല. അവർ ദൈവസന്നിധിയിൽ മുട്ടിപ്പാട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു മകനെ ലഭിക്കുകയാണ്. അവൻ വ്യത്യസ്തനാണ്. അവൻ്റെ പേര് ശിംശോൻ. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ ഒരു ശക്തനായ കഥാപാത്രം പ്രാർത്ഥനയുടെ ഫലമായിട്ട് തൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തതി, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവകൃപയിൽ തൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഒരു സന്തതി ശിംശോൻ. സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ ശിംശോൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശിംശോന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശിംശോനേക്കാൾ ശക്തനായ മറ്റൊരു കഥാപാത്രം വേദപുസ്തകത്തിന്റെ ചരിത്ര നാളുകളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ജനത്തിന് മുമ്പാകെ വേർതിരിക്കപ്പെട്ടവനായ ഒരു മനുഷ്യൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്: 3000 കുറുക്കന്മാരെ പിടിച്ച് വാലിൽ തീ കൊളുത്തി വിടുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു മനുഷ്യൻ. വീണ്ടും പറയുകയാണ്, ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ വരെ വധിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു മനുഷ്യൻ. ശിംശോനോളം ശക്തനായ ഒരു കഥാപാത്രം വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം ദൈവകൃപ തൻ്റെ ജീവിതത്തിൽ അനവധിയായി ലഭിച്ച ഒരു മനുഷ്യൻ. 3000 കുറുക്കന്മാരെ വരെ വാലിൽ തീ കൊളുത്തി വിടുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു മനുഷ്യൻ. ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ വധിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു മനുഷ്യൻ. ഇത്രമാത്രം ദൈവകൃപ ജീവിതത്തിൽ ലഭിച്ച ഒരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു പോകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവകൃപ ലഭിച്ച ഈ മനുഷ്യൻ ജീവിതത്തിൽ പരാജിതനായി പോകുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് തൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ച സന്തതി. ശിംശോനോളം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ശിംശോനോളം ശക്തനായ മറ്റൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. എങ്കിലും തനിക്ക് ലഭിച്ച ആ ദൈവകൃപയെ അവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ശിംശോന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവം ശിംശോന് ഒരു നിയോഗം നൽകുകയാണ്. ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ആക്കിവെച്ച മനുഷ്യനായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. അത്രമാത്രം ശക്തനായ മനുഷ്യൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ. എന്നാൽ പ്രിയമുള്ളവരെ, അദ്ദേഹം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ കാരണമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പരാജയപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചവനായിരുന്നു ശിംശോൻ. അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് പരാജയം സംഭവിക്കുന്നു. അവന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചു. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ വിവാഹം ചെയ്യുന്നത് മറ്റൊരു യഹൂദനെ തന്നെ ആയിരിക്കും.
പുറജാതിക്കാരായ ആളുകളുമായിട്ട് വിവാഹ ജീവിതം പാടില്ല എന്നുള്ളതായിരുന്നു യഹോവയാം ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ശിംശോനാകട്ടെ ഒരു ഫെലിസ്ത്യ കന്യകയെ സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞു, മകനെ നീ ഇത് ചെയ്യരുത്, ഇത് നമുക്ക് അരുതാത്ത കാര്യമാണ്, നീ ഇത് ചെയ്യരുത് എന്ന് ശിംശോനോട് ആജ്ഞാപിച്ചു. പക്ഷേ അവൻ കേട്ടില്ല. ഒരുപക്ഷെ അവിടുത്തെ മുതിർന്ന ആളുകൾ പറഞ്ഞു, ശിംശോനെ നിനക്കിത് ചേർന്നതല്ല, ഇത് ദൈവത്തിന് അനിഷ്ടമായ കാര്യമാണ് നീ ചെയ്യുന്നത്, നീ ചെയ്യരുത്. ശിംശോൻ അവരുടെ കൽപ്പനയെ കൈക്കൊള്ളുവാനായിട്ട് തയ്യാറായില്ല. അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചു. അവന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ പരാജയം സംഭവിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാ, എന്തിനാ പള്ളി, എന്തിനാ ആരാധന, ഇതൊക്കെ ഇല്ലാതെയും ജീവിച്ചുകൂടായോ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോഴും, പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും, നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകളെ നാം അവഗണിക്കുമ്പോൾ, നമ്മുടെ മുതിർന്നവരുടെ വാക്കുകളെ നാം കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, അവരുടെ കണ്ണുനീരിനെ നാം മാനിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പരാജയമാണ് എന്ന യാഥാർത്ഥ്യം ശിംശോന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ പരാജയത്തിന്റെ കാരണം അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചു എന്നുള്ളതാണ്. അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ പരാജയം സംഭവിക്കുകയാണ്. വീണ്ടും രണ്ടാമതായിട്ട് വേദപുസ്തകം നോക്കുമ്പോൾ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ടാമത്തെ പരാജയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നോമ്പനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയവനായിരുന്നു ശിംശോൻ. നോമ്പനുഷ്ഠാനങ്ങളിൽ അവൻ വീഴ്ച വരുത്തിയപ്പോൾ അവന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പരാജയം സംഭവിക്കുക. പ്രിയമുള്ളവരെ, നോമ്പനുഷ്ഠാനങ്ങളിൽ ശിംശോൻ വീഴ്ച വരുത്തിയപ്പോൾ അവൻ പരാജയപ്പെട്ടു പോകുകയാണ്. ശിംശോന്റെ ജീവിതം നമുക്കറിയാം. നാസിർ വിധക്കാരനായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. എന്താണ് ഈ നാസിർ വിധക്കാരൻ എന്ന് പറയുന്നത്? നാസിർ വ്രതക്കാരൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ. അവൻ മദ്യമോ വീഞ്ഞോ മറ്റ് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുവാനോ സ്പർശിക്കുവാനോ അർഹതപ്പെട്ടവനല്ല. എങ്കിലും ശിംശോന്റെ ജീവിതം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ശത്രുക്കളെ വധിക്കുവാനായിട്ട്, ഫിലിസ്തീയരെ വശത്താക്കുവാൻ തക്കവണ്ണം അവർക്ക് വീഞ്ഞുകൊണ്ട് ഒരു വലിയ വിരുന്നൊരുക്കുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവൻ ചെയ്തു. നോമ്പനുഷ്ഠാനങ്ങളിൽ അവൻ വീഴ്ച വരുത്തി. അവന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പരാജയം സംഭവിക്കുക. പ്രിയമുള്ളവരെ, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തപ്പോൾ, ദൈവ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് നോമ്പനുഷ്ഠാനങ്ങളിൽ അവൻ വീഴ്ച വരുത്തിയപ്പോൾ അവന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പരാജയം സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം കാണുവാനായിട്ട് സാധിക്കും. നരച്ച മുടി ശോഭയുള്ള കിരീടമാണ്. നരച്ച മുടി ശോഭയുള്ള കിരീടമാണ്. ഇത് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൽ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ നരച്ച മുടിയുള്ള ഒരു അപ്പച്ചനോ അമ്മച്ചിയോ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. ഈ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ സന്ധ്യയാകുമ്പോഴോ കൊച്ചുമക്കളെ മടിയിലിരുത്തിക്കൊണ്ട് ചൊല്ലിക്കൊടുക്കുമായിരുന്നു, ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവം? ഇന്ന് സൺഡേ സ്കൂൾ +2 പാസ്സായ ഒരു പയ്യനോട് നമ്മൾ ചോദിച്ചാൽ, ശുദ്ധമുള്ള ബാബ എന്ന് ചോദിച്ചാൽ അവൻ അന്ത്രയോസ് ബാബ എന്ന് പറയും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് അറിവുണ്ട്, പക്ഷേ അനുഭവങ്ങളില്ലാതെ പോകുകയാണ്. പലപ്പോഴും നോമ്പനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തുന്നതായ അനുഭവങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പണ്ടൊരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നോമ്പ് വരുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മച്ചി മീൻചട്ടി കമത്തി വെക്കുമ്പോൾ അറിയുവാനായിട്ട് സാധിക്കും നോമ്പ് ആരംഭിക്കുകയാണ് എന്ന്. എന്നാൽ നമ്മുടെയൊക്കെ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ
പ്രാർത്ഥനയുടെ, നോമ്പിന്റെ അനുഭവങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം ഇന്ന് എവിടെ നിൽക്കുന്നു? ഒരു 20 വർഷം മുമ്പുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിന്റെ മുമ്പിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ, ഒരു 20 വർഷം മുമ്പേ ഉള്ള ഒരു ക്രിസ്തീയ ഭവനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ, ഒരു പക്ഷേ വലിയ ഭവനമൊന്നും ആയിരിക്കുകയില്ല, എങ്കിലും സന്ധ്യയാകുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ നിലനിന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിലവിളക്ക് കത്തിച്ച് പാവിരിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരുന്നതായ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബ പ്രാർത്ഥനയുടെ ഒരു മനോഹരമായ ചിത്രം ക്രിസ്തീയ കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, നമ്മുടെയൊക്കെ ഭവനങ്ങളൊക്കെ നോക്കുമ്പോൾ സമ്പൽ സമൃദ്ധിയിൽ വലിയ വലിയ ഭവനങ്ങൾ, 2 നിലയും 3 നിലയും ഒക്കെയുള്ള ഭവനങ്ങൾ, പണത്തിനോ സമ്പത്തിനോ ഒന്നും യാതൊരു കുറവുമില്ല. എങ്കിലും പ്രിയമുള്ളവരെ, ഈ ഭവനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചായിരിക്കും ഒരുപക്ഷെ താമസിക്കുന്നത്. അപ്പനും അമ്മയും താഴത്തെ നിലയിലാണെങ്കിൽ മോനും മരുമോളും താമസിക്കുന്നത് എവിടെ? മുകളിലത്തെ നിലയിൽ. പല ഭവനങ്ങളിൽ 2 അടുക്കള വരെയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, പലപ്പോഴും ഈ ബന്ധങ്ങളിൽ കോട്ടം സംഭവിച്ചതിന്റെ കാരണം എന്താണ്? സമ്പത്തിനോ സമൃദ്ധിക്കോ ഇന്ന് ക്രിസ്ത്യാനിക്ക് കുറവുണ്ടോ? എങ്കിലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, കുടുംബങ്ങളിൽ ദൈവമില്ലാത്ത അനുഭവങ്ങൾ വരുന്നു. കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ, നോമ്പനുഷ്ഠാനങ്ങൾ വീഴ്ച വരുത്തിയതിന്റെ പരിണതമായ ഫലങ്ങളല്ലേ പ്രിയമുള്ളവരെ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നോമ്പനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാം കാണുന്നത് അവന്റെ പരാജയമാണ്. നോമ്പനുഷ്ഠാനങ്ങളിൽ ശിംശോൻ വീഴ്ച വരുത്തിയപ്പോൾ അവൻ പരാജയത്തിലേക്ക് വീണുപോകുന്ന ഒരു ചിത്രമാണ് ഈ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ 2ാമത്തെ പരാജയത്തിന്റെ കാരണവും നോമ്പനുഷ്ഠാനങ്ങളിൽ ശിംശോൻ വീഴ്ച വരുത്തിയപ്പോൾ അവൻ പരാജിതനായി തീർന്നു. വീണ്ടും വേദപുസ്തകം നോക്കുമ്പോൾ 3ാമതായിട്ട് ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച 3ാമത്തെ പരാജയം എന്ന് പറഞ്ഞാൽ ജഡീക ആസക്തികളോട് വിധേയപ്പെട്ടവനായിരുന്നു ശിംശോൻ. ജഡീക ആസക്തികളോട് അവൻ വിധേയപ്പെട്ടു പോയപ്പോൾ, ശിംശോൻ വിധേയപ്പെട്ടു പോയപ്പോൾ അവന്റെ ജീവിതത്തിൽ 3ാമത്തെ പരാജയം സംഭവിക്കുന്നു. വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ശിംശോന്റെ ജീവിതം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 15ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ഭാര്യയെ നഷ്ടപ്പെട്ടു പോയ ശിംശോനാകട്ടെ മറ്റൊരു പെൺകുട്ടിയെ, ദലീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവളുടെ മടിയിൽ അവനെ തന്നെ മറന്നു പോകുന്നു എന്നാണ് പരാമർശിക്കുന്നത്. അവൻ അവളുടെ മടിയിൽ, ദലീലായുടെ മടിയിൽ അവനെ തന്നെ മറന്നു പോകുന്നു എന്നാണ് വേദഭാഗം പരാമർശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും പലപ്പോഴും ഈ പണവും ലൈംഗിക ആസക്തിയുമല്ലേ പലപ്പോഴും ലോകത്തെ ത്രസിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പലപ്പോഴും ലോകമോഹങ്ങളിൽ നമ്മൾ വീഴു പോകുമ്പോൾ, ജഡീക ആസക്തികളോട് വിധേയപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയമാണ് എന്ന യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവകൃപ ജീവിതത്തിൽ അനവധിയായി ലഭിച്ച മനുഷ്യൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ മനുഷ്യൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ജഡീക ആസക്തികളോട് വിധേയപ്പെട്ടു പോയപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോവുകയാണ്. ശിംശോന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം ശിംശോന് ഒരു ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യർ തെറ്റിപ്പോകുമ്പോൾ ദൈവം അവന് തിരുത്തപ്പെടാനായിട്ട് അവസരം നൽകുന്നുണ്ട്. ഇവിടെ ശിംശോന്റെ ജീവിതത്തിലും 3 പ്രാവശ്യം ദൈവം അവനെ തിരുത്തപ്പെടാനായിട്ട് അവിടെ ശിംശോന്റെ ജീവിതത്തിൽ അവന് അവസരം നൽകുന്നുണ്ട്.
എന്നാൽ പ്രിയമുള്ളവരെ, ശിംശോനാകട്ടെ അവന്റെ നിയോഗങ്ങളെ മറന്നു. അവൻ ആരാണെന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ട്, അവന്റെ നിയോഗത്തെ മറന്നുകൊണ്ട് അവൻ ജഡിക ആസക്തികളോട് വിധേയപ്പെട്ടു പോകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ലോകമോഹങ്ങളുടെ പുറകെ നമ്മൾ പരക്കം പായുമ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഈ ലോകത്തിൽ എന്നെ ആക്കി വെച്ച, എനിക്ക് നൽകിയിട്ടുള്ള നിയോഗം എന്താണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഈ കാണുന്ന പുതിയ വഴികളുടെ പുറകെ പരക്കം പായുമ്പോൾ ഞാൻ മറന്നുപോകുന്ന എൻ്റെ നിയോഗം, ദൈവം എനിക്ക് നൽകിയ നിയോഗം ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും ഈ നിയോഗത്തെ നഷ്ടമാക്കിക്കൊണ്ട്, ഈ നിയോഗത്തെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ നിയോഗത്തെ മറന്നുകൊണ്ട് ലോകമോഹങ്ങളുടെ പുറകെ പരക്കം പായുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ദൈവകൃപയെ നഷ്ടമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ശിംശോന്റെ ജീവിതത്തിൽ നഷ്ടമായി പോയ ആ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് ശിംശോന്റെ ജീവിതം നമുക്ക് ഒരു പാഠമായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്നാമത്തെ പരാജയം, ജഡീക ആസക്തികളോട് ശിംശോൻ വിധേയപ്പെട്ടു പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോയി. വീണ്ടും അവസാനമായി നാലാമതായി ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച നാലാമത്തെ പരാജയം എന്ന് പറഞ്ഞാൽ, ദിവ്യമായ രഹസ്യത്തെ അവൻ പരസ്യപ്പെടുത്തി. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച നാലാമത്തെ പരാജയത്തിന്റെ കാരണം, ദിവ്യമായ രഹസ്യത്തെ ശിംശോൻ പരസ്യമാക്കി. അവന്റെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നു. എന്താണ് ശിംശോന്റെ ജീവിതത്തിലെ രഹസ്യം? എന്തായിരുന്നു? 7 ജടകളുടെ ഉടമ്പടിയാണ്. ദൈവവുമായുള്ള 7 ജടകളുടെ ഉടമ്പടിയായിരുന്നു അവനുള്ളത്. എന്നാൽ ഈ രഹസ്യം അവൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതായിട്ട് ഇവിടെ നാം വേദപുസ്തകത്തിലൂടെ കാണുന്നുണ്ട്. അപ്പോഴെന്താണ് സംഭവിച്ചത്? അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അവന്റെ കണ്ണ് ഫെലിസ്ത്യർ കുത്തിപ്പൊട്ടിക്കുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും പല രഹസ്യങ്ങളെയും പരസ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ബെമ്പൽ കൊള്ളുന്നവരായി പലപ്പോഴും ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നില്ലേ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു വെപ്രാളം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ നിൽക്കുന്നു. അവിടെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരൻ്റെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു തിരിച്ചടിയോ പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റുകയാണെന്ന് വിചാരിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? ആ വ്യക്തിയോട് ചെന്നിട്ട് സാരമില്ല, ആരോടും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം രഹസ്യമായി സൂക്ഷിക്കും, അല്ലേ? ആണോ? പ്രിയമുള്ളവരെ, നമ്മളെന്താ ചെയ്യുന്നത്? അത് ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും ഒരു 10 പേരോട് അത് ഒന്ന് പരിഹസിച്ച് ചിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു മനസ്സുഖമാണ്. മറ്റുള്ളവന്റെ കുറവുകളെ ഒന്ന് പരിഹാസപൂർവ്വം മറ്റുള്ളവന്റെ മുൻപിൽ ഒന്ന് പ്രദർശിക്കുമ്പോൾ അതിൽ നാം അറിയാതെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പലപ്പോഴും നമ്മൾ മാറ്റപ്പെട്ടിട്ടില്ലേ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല രഹസ്യങ്ങളെ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും പലപ്പോഴും പരസ്യമാക്കുവാൻ തക്കവണ്ണം ബെമ്പൽ കൊള്ളുന്നവരായി ഞാനും നിങ്ങളും മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവകൃപ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച നാലാമത്തെ പരാജയത്തിന്റെ കാരണം, അവൻ രഹസ്യമായി സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളെ അവൻ പരസ്യപ്പെടുത്തി. അവൻ്റെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടമായി പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാതാപിതാക്കൾക്ക് ലഭിച്ച സന്തതി. ശിംശോന്റെ ശക്തിയെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത് 3000 കുറുക്കന്മാരെ വരെ പിടിച്ച് വാലിൽ തീ കൊളുത്തി വിടുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു മനുഷ്യൻ, ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ വധിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ മനുഷ്യൻ
ഇത്രമാത്രം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവകൃപയെ ലഭിച്ച മറ്റൊരു വ്യക്തിത്വം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ശിംശോനേക്കാൾ ശക്തനായ ഒരു കഥാപാത്രം വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ഇത്രമാത്രം ദൈവകൃപ ലഭിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. അവൻ നോമ്പനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയപ്പോൾ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. അവൻ ജഡീക ആസക്തികളോട് വിധേയപ്പെട്ടു പോയപ്പോൾ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. അവൻ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങളെ പരസ്യമാക്കിയപ്പോൾ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. ഈ പരാജയമൊക്കെ സംഭവിച്ചപ്പോഴും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ശിംശോൻ ദൈവസന്നിധിയിൽ അനുതപിച്ചോ? ശിംശോൻ ദൈവസന്നിധിയിൽ അനുതപിച്ചോ? ശിംശോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശിംശോന്റെ ശക്തി, അവന് നഷ്ടമായ പോയ ശക്തിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം, തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം അവന്റെ ശക്തി അവന് തിരികെ നൽകണമേ എന്ന് ശിംശോൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിദാരുണമായ ഒരു അന്ത്യമാണ് ശിംശോന്റെ ജീവിതത്തിൽ അവന് ലഭിച്ചത്. അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് അതിദാരുണമായ ഒരു അന്ത്യത്തിന് അവൻ ഇടയായി തീരുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. ദൈവകൃപയെ നഷ്ടമാക്കുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം അനവധിയായ കൃപകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. പലപ്പോഴും ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾ പോലെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ദൈവകൃപയെ നമ്മൾ നഷ്ടമാക്കുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാൾ മുഖാന്തരം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപത്തിൻ്റെ തലത്തിലൂടെ ആ ദൈവകൃപയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വീണ്ടും രണ്ടാമതായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതം കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു കൊള്ളാം. രണ്ടാമതായിട്ട് അനുതാപത്തിലൂടെ ദൈവകൃപ നേടിയെടുത്ത ഒരു മനുഷ്യനെ വേദപുസ്തകത്തിൻ്റെ ചരിത്രതാളിൽ നിന്ന് നിങ്ങളുമായിട്ട് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. പഴയ നിയമത്തിൽ 900 പ്രാവശ്യം പഴയ നിയമത്തിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു മനുഷ്യൻ. പുതിയ നിയമത്തിൽ ഏകദേശം 62 പ്രാവശ്യം പേര് പരാമർശിച്ച ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ രാജാവ്, അദ്ദേഹത്തിന്റെ പേര് ദാവീദ് രാജാവ്. എബ്രായ പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ദാവീദിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദോ അവന്റെ ഹൃദയത്തിന് ഇണങ്ങിയ രാജാവ് തന്നെ. എബ്രായ പുസ്തകം ദാവീദിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദോ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ രാജാവ് തന്നെ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചാൽ, വ്യഭിചാരം ചെയ്ത ഒരു മനുഷ്യൻ, കൊലപാതകം ചെയ്ത ഒരു മനുഷ്യൻ, മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപരാധം ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു: ദാവീദോ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ രാജാവ് തന്നെ. വേദപുസ്തകം നൽകിയ സാക്ഷ്യമാണ് ദാവീദോ അവന്റെ ഹൃദയത്തിന് ഇണങ്ങിയ രാജാവ് തന്നെ എന്ന്. ദാവീദിനെ കുറിച്ച് ഒത്തിരി പരാമർശങ്ങൾ വേദപുസ്തകം നൽകുന്നുണ്ട്. ദാവീദ് ഒരു യോദ്ധാവാണ്, മധുര ഗായകനാണ്, പ്രവചന വരം ലഭിച്ചവനാണ്. പക്ഷേ അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുകയാണ്. ദൈവകൃപ ലഭിച്ച ആ മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുകയാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വ്യത്യാസമുണ്ട്. ശിംശോന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ പരാജയത്തെ അവൻ തിരിച്ചറിയുവാനും അതിനെ തിരുത്തുവാൻ തക്കവണ്ണം അവൻ തയ്യാറായി എന്നുള്ളതായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം? ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-12 അധ്യായങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ പരാജയം നമുക്ക് കാണുവാൻ സാധിക്കും. 2 ശമൂവേൽ 11-12 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ പരാജയം, ദാവീദും അവന്റെ സൈന്യവും പടവെട്ടുന്ന സമയത്ത് ദാവീദ് അതിൽ നിന്ന് മാറിക്കൊണ്ട് ഉച്ചയ്ക്ക് തൻ്റെ കൊട്ടാരത്തിൽ വന്ന്
കിടന്നുറങ്ങി എന്നാണ് വേദപുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അവൻ മെത്തയിൽ നിന്ന് ഏകദേശം സന്ധ്യാസമയത്ത് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവലിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് അവൻ ഇടയായി തീർന്നു. വീണ്ടും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിക്കൊണ്ട് ദാവീദ് ചെയ്തത് എന്താണ്? അവളെ വിളിച്ച് അവൾക്ക് അവിഹിതമായത് ചെയ്തു എന്നാണ് വേദപുസ്തകം പരാമർശിക്കുന്നത്. അതുകൊണ്ട് തീർന്നില്ല, അവളുടെ ഭർത്താവായ ഊരിയാവിനെ യുദ്ധമുഖത്തിൽ വെച്ച് ചതിയിലൂടെ കൊലപ്പെടുത്തുന്ന ഒരു ചിത്രവും ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും വേദപുസ്തകം വർണ്ണിക്കുകയാണ്, ഇത്രമാത്രം തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യൻ, ഇതെല്ലാം ദാവീദ് ചെയ്തിട്ട് അവൻ കൊട്ടാരത്തിൽ വിശ്രമിച്ചു എന്നാണ് വേദഭാഗം പരാമർശിക്കുന്നത്. ഒരു സ്ത്രീയോട് അവിഹിതമായത് ചെയ്തു, അവളുടെ ഭർത്താവിനെ യുദ്ധമുഖത്തിൽ ചതിയിലൂടെ കൊലപ്പെടുത്തി. ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കൊട്ടാരത്തിൽ ദാവീദ് വിശ്രമിച്ചു. പടയ്ക്ക് മുമ്പിൽ നിന്ന് നയിക്കേണ്ട രാജാവ് ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് പരാജയം സംഭവിച്ചത് എന്ന് നാം ഒന്ന് ചിന്തിക്കുമ്പോഴാണ്. പട നയിക്കേണ്ടവനായ ദാവീദ് അതിൽ നിന്ന് മാറി ഉച്ചയ്ക്ക് തന്റെ കൊട്ടാരത്തിൽ വന്ന് കിടന്നുറങ്ങി. ആ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം താൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവലിൽ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ പരാജയം സംഭവിക്കുക. അവന്റെ ജീവിതത്തിൽ പട നയിക്കേണ്ടവനായ ദാവീദ് അവന്റെ ജീവിതത്തിൽ അലസത ബാധിച്ചുകൊണ്ട് അവൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയപ്പോൾ അത് പിന്നീട് അവന്റെ ജീവിതത്തിൽ വലിയൊരു പരാജയത്തിന് കാരണമായി തീരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് ആത്മാവിന് അല്ലെങ്കിൽ വശംവദരായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും, ആത്മാവിനെ സ്വയമേ നിഹനിക്കും. പ്രിയമുള്ളവരെ, അലസത ബാധിച്ച ഹൃദയം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കളപ്പുരയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദാവീദിന്റെ ജീവിതത്തിലും യുദ്ധമുഖത്തിൽ പട നയിക്കേണ്ടവനായ രാജാവ് തൻ്റെ ജീവിതത്തിൽ അലസതമുണ്ട്, മടി പിടിച്ചുകൊണ്ട് കിടന്നുറക്കിയപ്പോൾ അത് പിന്നീട് അവൻ്റെ പരാജയത്തിന് കാരണമായി തീരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഈ പാപത്തിൽ ഏർപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? പലപ്പോഴും അലസത ബാധിക്കുമ്പോഴല്ലേ. പ്രിയമുള്ളവർ, ഒരു പണിയുമില്ലാതെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കും, നമ്മൾ എന്തോ ചെയ്യും? ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോകുന്നതിന്റെ കാരണം എന്താണ്? ഈ അലസത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അലസതയിൽ നാം പൂണ്ടുകിടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങളിലേക്ക്, വലിയ വലിയ തെറ്റുകളിലേക്ക് ചെന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മലയാളികൾക്കെല്ലാം PhD ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. PhD എന്തൊക്കെയാണ്? പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിക്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതില്ലെങ്കിൽ നമ്മൾ തികഞ്ഞവര് അല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഒരു 40 വയസ്സായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇന്ന് PhD ഉള്ള ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവർ, ഇതിൻ്റെയൊക്കെ കാരണം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അലസത നമ്മളെ ബാധിച്ച്, ഈ അലസതയുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പരിണതമായ ഫലങ്ങളല്ലേ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ അലസത നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ദാവീദിന്റെ ജീവിതത്തിലും അവന്റെ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അലസത അവന്റെ ജീവിതത്തിൽ എപ്പോൾ കടന്നുകൂടിയോ അതവന്റെ ജീവിതത്തെ അവന്റെ വഴിതെറ്റിക്കുന്നു, അവന്റെ ചിന്തയെ ദുഷിപ്പിച്ചു, അവന്റെ കടമ അവൻ അവഗണിച്ചു എന്ന വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് വേണ്ടി 3 പതിറ്റാണ്ടുകാലം പടപൊരുതിയ ഏലിയാമിന്റെ മകളാണ് ബത്ശേബ എന്ന യാഥാർത്ഥ്യത്തെ അവൻ മറന്നുപോകുക. അവന്റെ ജീവിതത്തിൽ അവൻ മറന്നുപോകുക. തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഊരിയാവിനെ താൻ ചതിയിലൂടെ വധിക്കുന്നതായിട്ട് നാം കാണുന്നു. അവന്റെ ജീവിതത്തിൽ അലസത ബാധിച്ചപ്പോൾ അവന്റെ ചിന്ത ദുഷിച്ചു, അവന്റെ വഴിതെറ്റി, അവന്റെ കടമ അവൻ അവഗണിച്ചു.
അവൻ്റെ ജീവിതത്തിൽ വലിയ വീഴ്ച സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളൊന്ന് ഇത്ര വലിയ തെറ്റുകളൊക്കെ ചെയ്ത ദാവീദും കൊട്ടാരത്തിൽ ഒന്നും അറിയാത്തവനെ പോലെ വിശ്രമിച്ചു. ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ദാവീദ് വളരെ സേഫാണ്. ഒരു മനുഷ്യനും തൻ്റെ തെറ്റ് കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും തന്നെ കുറ്റപ്പെടുത്തത്തില്ല. താൻ ചെയ്ത വലിയ തെറ്റുകളും ഒരു മനുഷ്യനും ഈ ലോകത്തിൽ അവൻ സുരക്ഷിതനാണ്. ഇത്രമാത്രം കൊലപാതകം ചെയ്ത മനുഷ്യൻ, വ്യഭിചാരം ചെയ്ത മനുഷ്യൻ, ഒന്നും അറിയാത്തവനെ പോലെ കൊട്ടാരത്തിൽ വന്ന് വിശ്രമിക്കുക. കാരണം അവൻ സേഫാണെന്ന ബോധ്യം അവനുണ്ടായിരുന്നു. അവൻ സുരക്ഷിതനാണ്. തന്നെ ആരും പിടിക്കുവാനില്ല. ഈ ലോകത്തിൽ താൻ സുരക്ഷിതനാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അവൻ സുരക്ഷിതനാണെങ്കിലും സ്വർഗത്തിൽ അവൻ സുരക്ഷിതനല്ല. അവന്റെ തെറ്റിനെ സ്വർഗത്തിൽ അവൻ ഭൂമിയിൽ ഭദ്രമാണെങ്കിലും സ്വർഗത്തിൽ അവിടെ അസ്വസ്ഥതയുണ്ടാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം തിരുത്തപ്പെടാനായിട്ട് ഒത്തിരി അവസരങ്ങൾ നൽകുന്നുണ്ട്. ശിംശോന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ ദൈവം നൽകി. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രമാത്രം തെറ്റ് ചെയ്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം തിരുത്തപ്പെടാനായിട്ട് അവൻ അവസരം നൽകുകയാണ്. നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് ദൈവം അയക്കുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുമ്പിലെത്തി ഒരു ഉപമയൊക്കെ പറയുകയാണ്. ഈ ഉപമയൊക്കെ കേട്ടതിന് ശേഷം ദാവീദ് നാഥാൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, ആരാണ് ഈ മനുഷ്യൻ? ഈ പാപം ചെയ്തവൻ, ഈ തെറ്റ് ചെയ്തവൻ എന്താണ്? മരണയോഗ്യൻ. വീണ്ടും ദാവീദിന്റെ നേരെ നാഥാൻ പ്രവാചകൻ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ. പ്രിയമുള്ളവരെ, ദാവീദ് തിരിച്ചറിയുകയാണ് തൻ്റെ ജീവിതത്തിൽ അവന് സംഭവിച്ചു പോയ വലിയ ഒരു ലംഘനത്തെ അവൻ തിരിച്ചറിയുകയാണ്. അവൻ എന്താണ് ചെയ്തത്? അവൻ പ്രവാചകന്റെ കാൽക്കൽ വീണു. വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, അവൻ നാഥാൻ പ്രവാചകന്റെ കാൽക്കൽ വീണുകൊണ്ട് അവൻ നിലവിളിക്കുകയാണ്. എൻ്റെ ദൈവത്തോട് കൈകൾ കൂപ്പി അവൻ അട്ടഹസിക്കുന്നു, അവൻ നിലവിളിക്കുന്നു, അയ്യോ യഹോവേ, ഞാൻ പിഴച്ചുപോയി, അയ്യോ യഹോവേ, ഞാൻ പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാഥാൻ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, നീ രഹസ്യത്തിൽ ചെയ്ത കാര്യം ദൈവം നിന്റെ സന്തതിയെ കൊണ്ട് പട്ടാപ്പകൽ ചെയ്യിക്കുമെന്ന്. വീണ്ടും ദാവീദ് കൈകൾ കൂപ്പിക്കൊണ്ട് നിലവിളിക്കുകയാണ്, അയ്യോ യഹോവേ, ഞാൻ പിഴച്ചുപോയി. പ്രിയമുള്ളവരെ, ദൈവസന്നിധി നിലവിളിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സങ്കീർത്തനം 32:1 ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സദൃശ്യവാക്യങ്ങൾ 28:13 ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറയുന്നവനോ കരുണയുണ്ടാകും. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ദാവീദിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അനുതാപത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ നഷ്ടമാക്കിയ ദൈവകൃപയെ വീണ്ടെടുക്കുന്ന ഒരു ദാവീദിന്റെ ചിത്രമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനുതാപത്തിലൂടെ ദൈവകൃപയെ തൻ്റെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്ന ഒരു ദാവീദിനെ നാം കാണുന്നുണ്ട്. അയ്യോ യഹോവേ, ഞാൻ പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം. പരാജയപ്പെട്ടു പോയവൻ അനുതാപത്തിലൂടെ അല്ലെങ്കിൽ കുംഭസാരത്തിലൂടെ തിരിച്ചു വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഈ അനുതാപത്തിൻ്റെ തലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ നോമ്പിൻ്റെ കാലഘട്ടമൊക്കെ ആകുമ്പോൾ സഭ ആഹ്വാനം ചെയ്യാറുണ്ട്, ഒരു വിശ്വാസി നിർബന്ധമായും കുമ്പസാരിച്ചിരിക്കണമെന്നൊക്കെ. എങ്കിലും പലർക്കും ചോദിക്കാറുണ്ട്, എന്തോ പാപം ചെയ്തിട്ടാച്ചാ ഞാൻ കുമ്പസാരിക്കണ്ടേ? കുറച്ചൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പ്രിയമുള്ളവരെ, അപ്പോൾ ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ട്, അച്ഛൻ്റെ അമ്മാമ്മയുടെ ഒരു ഫോട്ടോ കിട്ടിയായിരുന്നെങ്കിൽ ത്രോണോസെ കയറ്റി വെക്കായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളെ ഈ കുർബാനക്രമത്തിൻ്റെ പാപത്തിൻ്റെ പട്ടിക ഒന്ന് എടുത്തു നോക്കിയാൽ അമിത ഭക്ഷണം പോലും പാപമാണെന്നാണ് പറയുന്നത്.
പലപ്പോഴും നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ ലംഘനങ്ങളെ തിരിച്ചറിയുവാനും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അനവധിയായ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ദാവീദിന്റെ ജീവിതത്തിലും വലിയ തെറ്റുകൾ അവൻ ജീവിതത്തിൽ ചെയ്തപ്പോഴും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തെറ്റിനെ ദൈവം അവന് അവസരം നൽകിയപ്പോൾ ആ അവസരത്തെ അവൻ വിനിയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അനുതപിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ധാരാളമായി ലഭിക്കുന്നതായ അനുഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ദാവീദിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. 2 ശമൂവേൽ 24 അധ്യായത്തിലും 1 ദിനവൃത്താന്തം 21 അധ്യായത്തിലും ദാവീദിന്റെ ജീവിതം പിന്നെ നാം കാണുന്നുണ്ട്. 2 ശമൂവേൽ 24, അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 21 അധ്യായം. ക്രമേണ ദാവീദിന്റെ ജീവിതത്തിൽ യഹോവയാം ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും അനുതപിച്ചവന്റെ ജീവിതത്തിൽ ദൈവകൃപ ധാരാളമായി ലഭിക്കുക. അങ്ങനെ ദൈവ അനുഗ്രഹത്താൽ ദാവീദ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ദാൻ മുതൽ ബത്ശേബ വരെയുള്ള 12 ഗോത്രങ്ങൾ ഒരു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ രാജാവിന് ലഭിക്കാത്ത അത്രമാത്രം അനുഗ്രഹങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ലഭിക്കുക. മറ്റൊരു ഇസ്രായേലിന്റെ രാജാവിന് ലഭിക്കാത്ത വിധം ദാൻ മുതൽ ബത്ശേബ വരെയുള്ള 12 ഗോത്രങ്ങൾ ദൈവം ദാവീദിന് നൽകുക. പ്രിയമുള്ളവരെ, ഒരു ജീവിതത്തിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സൗഭാഗ്യങ്ങളൊക്കെ വന്ന് നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ ഉണ്ടാവും? ഇങ്ങനെ അനുഗ്രഹങ്ങൾ, ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ മാത്രം ജീവിതത്തിൽ എന്തോ ഉണ്ടാവും? അഹങ്കാരം ഉണ്ടാവും, അല്ലേ? ഇവിടെ ദാവീദിന്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ അനുതാപത്തിലൂടെ ദൈവകൃപയെ ആർജിച്ചെടുത്ത ഒരു മനുഷ്യന്റെ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ധാരാളമായി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചപ്പോൾ അവൻ അതിൽ മറന്നുപോയി സ്വന്തം കഴിവിൽ അവൻ അഹങ്കരിച്ചു പോകുക. സ്വന്തം ശക്തിയിൽ ദാവീദ് മതിമറന്നു പോകുക. 2 ശമൂവേൽ 24 അധ്യായത്തിന്റെ 15 വാക്യം നാം കാണുന്നുണ്ട്. 2 ശമൂവേൽ 24 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ദാവീദ് യോവാബിനോട് പറയുന്നുണ്ട്, നീ ജനത്തിന്റെ സംഖ്യ ഒന്ന് എടുക്കാൻ. അപ്പൊ യോവാബ് പറയുന്നുണ്ട്, ഇത് ചെയ്യരുത്, യഹോവയ്ക്ക് അനിഷ്ടമായ കാര്യമാണ്. എങ്കിലും ദാവീദ് കേൾക്കുന്നില്ല. ദാവീദ് പറയുകയാണ്, നീ ജനത്തിന്റെ പെരുപ്പം, നീ ജനത്തിന്റെ എണ്ണമൊന്ന് എടുക്കുക. ഈ ജനത്തിനെ പെരുപ്പത്തിൽ ഈ ജനത്തിന് ഇത്രമാത്രം ജനത്തെയാണല്ലോ ഞാൻ നയിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ഒന്ന് ഊറ്റം കൊള്ളുവാൻ തക്കവണ്ണം ദാവീദ് ഇവിടെ ശ്രമിക്കുക. യോവാബ് പറഞ്ഞു, ദാവീദ് ഇത് ചെയ്യരുത്, രാജാവെ അവിടുന്ന് ഇത് ചെയ്യരുത്, യഹോവയ്ക്ക് അനിഷ്ടമായ കാര്യമാണ് എന്ന്. എങ്കിലും സ്വന്തം ശക്തിയിൽ ഊറ്റം കൊണ്ട ദാവീദ് ആ ജനത്തിന്റെ പെരുപ്പം അറിഞ്ഞുകൊണ്ട് ദാവീദ് അങ്ങനെ ആ ജനത്തിന്റെ സംഖ്യ എണ്ണുകയാണ്. 8ഉം 5ഉം 13 ലക്ഷം കാലാൾപ്പടെ ഉൾപ്പെടെ അവിടെ എണ്ണി നിർത്തിയപ്പോൾ, ആ കണക്കറിഞ്ഞപ്പോൾ ജനത്തിന്റെ പെരുപ്പത്തിൽ ദാവീദ് ഊറ്റം കൊണ്ടു എന്നാണ് വേദഭാഗം ഇവിടെ പരാമർശിക്കുന്നത്. ദൈവത്തെ മറന്നുകൊണ്ട് അഹങ്കരിച്ചവന്റെ ജീവിതത്തിൽ വീണ്ടും പരാജയം സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയെ മറന്നുകൊണ്ട് സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ചവന്റെ ജീവിതത്തിൽ പരാജയം വീണ്ടും സംഭവിച്ചു പോകുക. അനുതാപത്തിലൂടെ ദൈവകൃപയെ വീണ്ടെടുത്ത ഒരു മനുഷ്യൻ, ദൈവം അനവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ മനുഷ്യൻ ദൈവകൃപയെ മറന്ന് ജീവിതത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിലും സ്വന്തം ജീവിതത്തിലും ഊറ്റം കൊണ്ടപ്പോൾ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ശീമ നമസ്കാരത്തിൽ നാം പാടാറുണ്ട്, ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത അനുസരിച്ച് നമ്മളൊക്കെ ദൈവതുല്യരാണെന്ന ഒരു ഭാവത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ദൈവത്തെ പോലെ കൽപ്പിക്കാനും
ദൈവത്തെ പോലെ പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. എങ്കിലും പിതാക്കന്മാർ നമ്മെ ഓർപ്പിക്കുകയാണ്, ജീവിത അന്ത്യത്തോട് നീ അടുക്കുമ്പോൾ നീ തിരിച്ചറിയും, ഒരു മൃഗത്തെ പോലെ, ഒരു മാടിനെ പോലെ ഈ ലോകത്തിൽ നിന്ന് നീ മാറ്റപ്പെടും എന്ന യാഥാർത്ഥ്യം നീ തിരിച്ചറിയണം എന്ന് പിതാക്കന്മാർ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അഹങ്കാരങ്ങൾ എത്രമാത്രമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ ഇടയ്ക്ക് ചരിത്രത്തിൽ പുതിയ ഒരു നേട്ടം നേടിയെടുത്ത 2 വ്യക്തികളെ നാം കാണുന്നുണ്ട്. സുനിത വില്യംസും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ബഹിരാകാശത്ത് 286 ദിവസം വസിച്ചുകൊണ്ട് ലോകത്തിൽ പുതിയ ചരിത്ര നേട്ടം, ശാസ്ത്രത്തിൻ്റെ പുതിയൊരു ചരിത്ര നേട്ടം കൈവരിച്ച വ്യക്തി മറ്റൊരു വ്യക്തിയായിരുന്നു ബെച്ച് വിൽമോർ. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു മനുഷ്യനോട്, മറ്റാരും നേടിയെടുക്കാത്ത വലിയൊരു ചരിത്രം സൃഷ്ടിച്ച ആ മനുഷ്യൻ്റെ അടുക്കൽ ഏകദേശം 9 മാസത്തിൽ അധികം ശൂന്യാകാശത്ത് വസിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആ ബെച്ച് വിൽമോറിൻ്റെ അടുക്കൽ ഒരു മാധ്യമ പ്രവർത്തക എത്തിയിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ഈ ലോകത്തോട്, ഈ പുതിയ ചരിത്രത്തിൻ്റെ നേട്ടം കൈവരിച്ച ആ മനുഷ്യൻ്റെ മുൻപിൽ തനിക്ക് എന്താണ് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഉള്ളത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ബഹിരാകാശത്ത് താൻ ടെലിസ്കോപ്പിലൂടെ ട്രില്യൺ കണക്കിന് ഗാലക്സികളെയും ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങളെയും താൻ വീക്ഷിക്കുമ്പോഴും ഈ ട്രില്യൺ കണക്കിന് ഗാലക്സികളും ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് ദൈവമാണ്. പ്രിയമുള്ളവരെ, ശാസ്ത്രം പലപ്പോഴും ദൈവത്തെ വെല്ലുവിളിക്കുമ്പോൾ പുതിയ ഒരു ശാസ്ത്രത്തിന്റെ നേട്ടത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ച മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് ദൈവമാണ്. മനുഷ്യൻ സ്വയം പലപ്പോഴും സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു പോകുമ്പോൾ പുതിയ ചരിത്രം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ഈ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ തനിക്ക് സാധിച്ചത്, ഈ നേട്ടം തനിക്ക് കൈവരിക്കുവാനായിട്ട് സാധിച്ചത് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ കൃപയാണ്, വേദപുസ്തകമാണ് യഥാർത്ഥ സത്യം എന്ന് ചരിത്രം സൃഷ്ടിച്ച ഒരു ശാസ്ത്രജ്ഞൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ അഹങ്കാരങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? ദാവീദിന്റെ ജീവിതത്തിലും അവൻ അഹങ്കരിച്ചു പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോയി. അവന്റെ ജീവിതത്തിൽ ദൈവം അനവധിയായ കൃപകൾ കൊണ്ട് അവനെ നിറച്ചപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മറ്റൊരു രാജാവിനും നൽകാത്ത വിധം ദാൻ മുതൽ ബത്ശേബ വരെ ഏകദേശം 13 ലക്ഷം ജനതയെ നയിക്കുവാൻ തക്കവണ്ണം ദാവീദ് പ്രാപ്തനാക്കി തീർത്ത ആ ദൈവ കൃപയെ മറന്നുകൊണ്ട് സ്വന്തം ശക്തിയിൽ അഹങ്കരിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതാണ്. വീണ്ടും ദൈവം അവൻ്റെ ജീവിതത്തിൽ തിരുത്തപ്പെടാൻ അവസരം നൽകി. നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര അവസരങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ദാവീദിനോട് പറയുകയാണ്, നിനക്ക് 3 ഓപ്ഷൻസ് ദൈവം നൽകുന്നുണ്ട്. 3 ഓപ്ഷൻസ് ആണ് അവൻ്റെ മുമ്പിൽ വെക്കുന്നത്. ഒന്നാമതായിട്ട് നിന്നെ നശിപ്പിക്കും, രണ്ടാമതായിട്ട് നിന്റെ ദേശത്തിന് ക്ഷാമം വരുത്തും, മൂന്നാമതായിട്ട് നിന്റെ ജനത്തെ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ദാവീദ് തിരിച്ചറിയുകയാണ്, സ്വന്തം കഴിവിൽ ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം കഴിവിൽ അഹങ്കരിച്ച ആ മനുഷ്യൻ തിരിച്ചറിയുന്നു തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ലംഘനം. വീണ്ടും അവൻ നിലവിളിക്കുന്നു, അയ്യോ യഹോവേ, ഈ ജനത്തെ ശിക്ഷിക്കരുതേ. അയ്യോ യഹോവേ, ഈ ജനത്തെ നീ ശിക്ഷിക്കരുതേ. ജലത്തിന്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര ഉത്തമമെന്ന് ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് നിലവിളിക്കുകയാണ്, അൻപുടയോനെ, നിൻ വാതിലല്ലാതെ മുട്ടി വിളിപ്പാൻ മറ്റൊരു വാതിലില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ദാവീദിനെ നാം കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ലംഘനങ്ങളെ മറച്ചുകൊണ്ട് ദൈവകൃപ ജീവിതത്തിൽ അനവധിയായി നൽകിയ ആ ദൈവത്തെ മറന്നുകൊണ്ട് അവൻ അഹങ്കരിച്ചു പോയ ആ മനുഷ്യന്റെ ജീവിതത്തിൽ
ദൈവം തിരുത്തപ്പെടാനായിട്ട് അവസരം നൽകിയപ്പോൾ അവൻ തിരിച്ചറിയുകയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ചു പോയ പരാജയത്തെ തിരിച്ചറിയുന്നു. അവൻ ദൈവസന്നിധിയിൽ അനുതപിച്ചു. അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും അവൻ ചെയ്തത് എന്താണ്? അവൻ ഒർണാന്റെ മെതിക്കളം വില കൊടുത്ത് വാങ്ങിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവൻ ഒർണാന്റെ മെതിക്കളം വില കൊടുത്ത് വാങ്ങിയതിന് ശേഷം അവിടെ ഒരു ബലി അർപ്പിക്കുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒർണാന്റെ മെതിക്കളത്തിൽ അവൻ ബലിയർപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കണ്ണുനീരിന്റെ ബലിയ. ദൈവസന്നിധിയിൽ അർപ്പിച്ചത്, പ്രിയമുള്ളവരെ, അത് പശ്ചാത്താപത്തിന്റെ, അത് അനുതാപത്തിന്റെ ബലിയാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അനുതപിച്ചു. അവൻ ഒർണാന്റെ മെതിക്കളത്തിൽ അവൻ ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ചു, യാഗമർപ്പിച്ചു എന്ന് നാം കാണുന്നുണ്ട്. പുരോഹിതർ പലപ്പോഴും ഹൂത്തോമയിൽ പാടുന്നുണ്ട്, യബുസാ തന്റെ കളത്തറയിൽ കർത്താവേ നീഹിതമാർന്നു പാടാറുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, യെബൂസ്യനായ ഒർണാന്റെ മെതിക്കളം വില കൊടുത്ത് വാങ്ങി ദാവീദ് അവിടെ ബലിയർപ്പിച്ചു എന്ന് നാം കാണുന്നുണ്ട്. അത് കണ്ണുനീരിന്റെ ബലിയാണ്, അത് അനുതാപത്തിന്റെ ബലിയാണ്. എങ്കിലും ദൈവസന്നിധിയിൽ അനുതപിച്ചവന്റെ ജീവിതത്തിൽ പിന്നീട് നാം കാണുന്നത് കാലഘട്ടങ്ങൾ കടന്നു പോകുന്നു. അവന്റെ സന്തതിയായ ശലോമോൻ യെരൂശലേം ദേവാലയം പണിയുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, എവിടെയാണ് ശലോമോൻ ഈ യെരൂശലേം ദേവാലയം പണിയുന്നത്? എവിടെയാണ് ശലോമോൻ ഈ യെരൂശലേം ദേവാലയം പണിതത്? യെരൂശലേം ദേവാലയം പണിതത് എവിടെയാണ്? തന്റെ പിതാവായ ദാവീദ് എവിടെയാണോ കണ്ണുനീരുകൊണ്ട് യാഗം അർപ്പിച്ചത്, ആ സ്ഥലത്ത് തന്നെ ശലോമോൻ യെരൂശലേം ദേവാലയം പണിയുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നാം കാണുന്നുണ്ട്. പിതാവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, യബൂസ്യനായ ഒർണാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ണുനീരോടെ ബലിയർപ്പിച്ചപ്പോൾ കാലഘട്ടങ്ങൾ കടന്നുപോയി. അവന്റെ സന്തതി അവിടെ തന്നെ യെരൂശലേം ദേവാലയം എവിടെ അവന്റെ കണ്ണുനീരൊഴുക്കി ആ ദാവീദ് ബലിയർപ്പിച്ചുവോ ആ ഇടത്ത് തന്നെ തൻ്റെ സന്തതിയായ ശലോമോൻ യെരൂശലേം ദേവാലയം പണിതു. പിതാവിൻ്റെ കണ്ണുനീരിന്റെ ഫലമായിട്ട് അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീര്, തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ വെടുക്കൊണ്ടാണോ? ആണോ? പ്രിയമുള്ളവരെ, ഒന്നുമില്ലായ്മയുടെ നടുവിലും പട്ടിണിയുടെ നടുവിലും നമ്മുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ലേ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവകൃപ അനുഗ്രഹങ്ങൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിച്ച ഒരു മനുഷ്യൻ, കൊലപാതകം ചെയ്ത ഒരു മനുഷ്യൻ, വ്യഭിചാരം ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചാൽ ആ പാപത്തിന് ഇരയായി തീർന്ന ഒരു മനുഷ്യനെ കുറിച്ച് എബ്രായ പുസ്തകത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നു: ദാവീദോ അവന്റെ ഹൃദയത്തിന് ഇണങ്ങിയ രാജാവ് തന്നെ. ദാവീദോ യഹോവയുടെ ഹൃദയത്തിന് ഇണങ്ങിയ രാജാവ് തന്നെ. പ്രിയമുള്ളവരെ, ഈ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിച്ചു പോയപ്പോഴും അനുതാപത്തിലൂടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചവന്റെ ജീവിതത്തിൽ അനവധിയായ ദൈവകൃപ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2 വ്യക്തിത്വങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ദൈവകൃപ ഒന്നാമതായി നാം കാണുന്നത് അധർമ്മത്തിലൂടെ ദൈവകൃപയെ നഷ്ടമാക്കിയ ഒരു വ്യക്തിത്വം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ആ മനുഷ്യൻ
ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. അവൻ പാരമ്പര്യ പ്രമാണങ്ങളെ ലംഘിച്ചപ്പോൾ, അവൻ നോമ്പനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയപ്പോൾ, അവൻ ജഡിക ആസക്തികളോട് വിധേയപ്പെട്ടു പോയപ്പോൾ, അവൻ ദിവ്യമായ രഹസ്യത്തെ പരസ്യമാക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. അവൻ ജീവിതത്തിൽ അനുദപിക്കുവാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവന് സാധിച്ചില്ല. ദൈവകൃപ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമതായി പരിചയപ്പെടുത്തിയത്, അനുതാപത്തിലൂടെ ദൈവകൃപയെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അലസത മൂലം അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കൊടും പാപങ്ങൾ ചെയ്തെങ്കിൽ പോലും ദൈവം തിരുത്തപ്പെടാൻ അവസരം നൽകിയപ്പോൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചവൻ്റെ ജീവിതത്തിൽ വീണ്ടും ദൈവകൃപ ധാരാളമായി കടന്നു വരുന്നു. വീണ്ടും മാനുഷികമായ ബലഹീനതകൾ മൂലം വീണ്ടും അവൻ്റെ ജീവിതത്തിൽ സ്വന്തം കഴിവിൽ അവൻ ഊറ്റം കൊണ്ടപ്പോൾ ദൈവകൃപയാണെന്ന യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് അവൻ അഹങ്കരിച്ചു പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വീണ്ടും അവൻ തകർന്നു പോകുന്ന ഒരു ചിത്രമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയും തീർന്നില്ല, ദൈവം അവനെ തിരുത്തപ്പെടാൻ അവസരം നൽകി. ആ അവസരത്തെ വിനിയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചവൻ്റെ ജീവിതത്തിൽ അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവകൃപ അവൻ്റെ ജീവിതത്തിൽ അനവധിയായി ജീവിതത്തിൽ ലഭിച്ചു. ഈ പെരുന്നാളിൻ്റെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ആ ദൈവകൃപയെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുവാൻ തക്കവണ്ണം, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, ആ ദൈവകൃപയെ ആർജിച്ചെടുക്കുവാൻ തക്കവണ്ണമായിരിക്കണം നമ്മുടെ ഓരോ പെരുന്നാളുകളും, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ. ദൈവകൃപ ജീവിതത്തിൽ അനവധിയായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.